ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇന്നലെ നമ്മൾ കണ്ടത് നിഫ്റ്റി 124 പോയിൻ്റാണ്. ഐ ടി കമ്പനീസിൻ്റെ സിവിയർ സെൽ ഓഫാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ. ഐ ടി കമ്പനീസിൽ ഏകദേശം 1,00,000 കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഇറോഷൻ സംഭവിച്ചത് TCS ആണ്, 34,000 കോടി. എങ്കിലും അദാനി സ്റ്റോക്കുകൾ ഇന്നലെ വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു റിക്കവറി എങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് കണ്ടു, പിന്നീട് ഒരു സെൽ ഓഫ്. ഇപ്പോൾ നമുക്ക് ഐ ടി കമ്പനീസ് ഇന്നലെ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിരുന്നത് US ലിസ്റ്റ് ചെയ്ത ADR സ്റ്റോക്കുകളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഐ ടി കമ്പനീസിൽ വീക്കായിരിക്കുമെന്ന് ഉള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ US ഐ ടി കമ്പനീസ് ഇന്നലെ എങ്ങനെ പെർഫോമൻസ് ചെയ്തു എന്നുള്ളത് ആദ്യം നോക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് 1.12% അവിടെ റാലി രേഖപ്പെടുത്തി. അതിനുശേഷം 0.35% എക്സ്റ്റൻഡ് അവേഴ്സിൽ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇൻഫോസിസിൽ US ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 0.75% അപ്പാണ്. വിപ്രോ എന്നാൽ സീവിയർ ഇടിവ് ADR ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയാണ് എക്സ്റ്റൻഡിൽ ഏകദേശം ഒരു 3% ഫർദറായിട്ട് ഫോളോ ചെയ്തു. എന്നാൽ ICICI ബാങ്ക് ഐ ടി കമ്പനി അല്ലെങ്കിൽ കൂടിയും ICICI ബാങ്ക് എല്ലാം തന്നെ ഇന്നലെ ADR 2% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു, വിപ്രോ നെഗറ്റീവായിരുന്നു US ലിസ്റ്റ് ചെയ്ത ഐ ടി കമ്പനീസിൽ. ഇനി US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ക്ലോസ് ചെയ്ത നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. ഇതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ്, FTSE UK മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. എന്നാൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ മാർക്കറ്റും, ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജപ്പാനും കൊറിയയും ചൈനയും ഓസ്ട്രേലിയയും എല്ലാം തന്നെ പോസിറ്റീവിലായിട്ട് തുടരുന്നുണ്ട്. ഇനി ഇന്നാണ് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,200 ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ 0.6 അഗ്രസീവ് കോൾ റൈറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് PCR 0.6 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് അതീവ ബീറിഷാവുന്ന സമയത്ത് ഇന്നലത്തെ പോലെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു സെൽ ഓഫ് കണ്ടു, പിന്നീട് തിരിച്ച് ഒരു തിരിച്ചു കയറ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഷോർട്ട് ചെയ്ത ആളുകൾ അപ്പോൾ തന്നെ ലോസ് അടിക്കും. അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബ്രിഗേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവർ 1,100 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബാംഗ്ലൂരിൽ 7.5 ഏക്കറിൽ ചെയ്യാൻ കമ്പനിക്ക് ഓർഡർ കിട്ടി. KEC ഇൻ്റർനാഷണലിന് 3,243 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു. ഇമാക്കി ഗ്ലോബൽ കമ്പനി ഇവർ 21% സ്റ്റേക്ക് കീർത്തി ദോസ്റ്റിൽ അക്യൂർ ചെയ്തു. ഇനി ബിർള കമ്പനി ഇവർ ഒരു പുതിയ ലൈംസ്റ്റോണിൻ്റെ ഓർഡർ തെലങ്കാനയിൽ നിന്നുള്ളൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. RVNL കമ്പനി 145 കോടി രൂപയുടെ ഒരു റെയിൽവേ പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡേഴ്സ് RVNL ആണ്. ആൽക്കം ലാബ് ഇവർ പുതിയ മെഡിസിൻ, ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പുതിയ മെഡിസിൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൂറത്ത് എക്സ്ചേഞ്ച് കമ്പനി ഇവർ 250 കോടി രൂപയുടെ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ മുംബൈയിൽ ലോഞ്ച് ചെയ്തു. JK ലക്ഷ്മി സിമൻറ്റ് സൂറത്തിലുള്ള ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. ഡോക്ടർ റെഡ്ഡി പുതിയ മെഡിസിൻ യൂറോപ്പിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. RDB ഇൻഫ്ര 225 കോടി രൂപയുടെ ഒരു സോളാർ ഓർഡർ കിട്ടി. NTPC കമ്പനി ഇവരുടെ ബുഹോജിലുള്ള പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഈ വൈകിട്ട് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാ ട്രേഡേഴ്സ് സുഹൃത്തുക്കൾക്കും നിങ്ങൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം വീണ്ടും. താങ്ക് യു.